നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നത് പൊതുവികാരം. MV ഗോവിന്ദൻ. നിരവധി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗത്വം രാജിവെക്കണമെന്നത് കേരളത്തിൻ്റെ പൊതുവികാരമാണെന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ ഒരു MLAക്കെതിരെ ഇത്ര വ്യക്തതയുള്ള തെളിവുകളോടെ ആരോപണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വിവാദ ചുഴിയിൽപ്പെട്ട് VK ശ്രീകണ്ഠൻ MPയും. പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിൻ്റെ പേരിലും ടെലിഫോൺ സംഭാഷണം പുറത്തുവന്ന പശ്ചാത്തലത്തിലും കൂടുതൽ വിവാദത്തിൽ അകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് രംഗത്ത് വന്ന VK ശ്രീകണ്ഠൻ MPയും വിവാദ ചുഴിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിത ആക്രമണമാണെന്ന് പ്രതികരിച്ച് ശ്രീകണ്ഠൻ പരാതി ഉന്നയിച്ച നടിക്കെതിരെ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അർദ്ധനഗ്ന വസ്ത്രം ധരിച്ച് പരാതിക്കാരി മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ പ്രതികരണമാണ് ഇപ്പോൾ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത്. മാലിന്യ ടാങ്കിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. എറണാകുളം കോതമംഗലം മൂന്നുകല്ലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിൻ്റെ മാലിന്യ ടാങ്കിനുള്ളിൽ ഏകദേശം 60 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു വൈദികൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലുള്ള ഗ്രിൽ തകർത്ത നിലയിലാണ് കാണുന്നത്. മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു. ആളുമാറി പോലീസ് മർദ്ദനം, യുവാവിന് ഗുരുതര പരിക്ക്. മോഷണക്കേസിൽ ആളുമാറി പോലീസ് മർദ്ദിച്ചെന്ന് യുവാവിൻ്റെ പരാതി. മൂവാറ്റുപുഴ പോലീസിൻ്റെ മർദ്ദനത്തിൽ അമൽ ആൻ്റണി എന്ന യുവാവിനാണ് ഗുരുതര പരിക്കേറ്റത്. ഈ മാസം 12-നാണ് സംഭവം. മൂവാറ്റുപുഴയിലെ ഒരു പൂക്കടയിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചു വിറ്റു എന്ന് ആരോപിച്ചാണ് അമൽ ആൻ്റണിയെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അന്നേ ദിവസം സ്വന്തം വീട്ടിലെ പഴയ ബാറ്ററി അമൽ ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയിരുന്നു. അമ്മയുടെയും ഭാര്യയുടെയും നാട്ടുകാരുടെയും മുന്നിൽ നിന്ന് മർദ്ദിച്ചാണ് പോലീസ് സംഘം അമലിനെ സ്റ്റേഷനിൽ എത്തിച്ചത്. എന്നാൽ സ്റ്റേഷനിൽ പരാതിക്കാർ നേരിട്ടെത്തിയതോടെ ആളുമാറിയെന്ന് മനസ്സിലായ പോലീസ് അമലിനെ വിട്ടയക്കുകയായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.